പച്ചരിയും ചെറുപയർ പരിപ്പും കൊണ്ട് ചെറിയൊരു പായസം നമുക്ക് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാമേ. പെട്ടെന്ന് തയ്യാറാക്കാവുന്ന ഒരു പായസമാണ്. ഇതിന് ഒരു ഗ്ലാസ് ചെറുപയർ പരിപ്പ്, ഒരു 250 ഗ്രാം ശർക്കര ഇവ എടുക്കണം. ശർക്കര നല്ലത് പൊട്ടിച്ച് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് ഉരുക്കിയെടുക്കണം. നല്ലപോലെ ഉടഞ്ഞ് വേണം ശർക്കര ഇടാൻ. ഇതിലേക്ക് ചെറിയൊരു കപ്പ് പച്ചരി കൂടെ ചേർക്കണം. ഈ പരിപ്പിൻ്റെ കൂടെ ഒരു കൊഴുപ്പിനാണ് പച്ചരി. അതിൻ്റെ കൂടെ ഒരു നുള്ള് ചൗവരിയും കൂടെ ചേർത്ത് കഴുകിയെടുക്കണേ. കുക്കറിൽ വറുത്ത് വെച്ച ചെറുപയർ പരിപ്പ് കുക്കറിൽ വേവിക്കാനും വെക്കണം. പച്ചരി നല്ലപോലെ ചൂടായ വെള്ളത്തിലേക്ക് കഴുകിയിട്ട് വെന്ത് വരുമ്പോൾ വേവിച്ച ചെറുപയർ പരിപ്പ് ചേർത്ത് യോജിപ്പിക്കുക. ഇതിലേക്ക് ഉരുക്കിയ ശർക്കര ഒഴിച്ചു കൊടുക്കണം. ശർക്കര ഒഴിച്ചു കൊടുത്ത് കുറച്ച് സമയം നല്ലതുപോലെ ഇളക്കി ഇരുന്ന് പറ്റണം. അതിലേക്ക് ഒരു മണത്തിന് വേണ്ടി നമുക്ക് ഭക്ഷണയിൽ കീറിയിടാൻ രണ്ടെണ്ണം. അത് ഒരു പായസത്തിന് നല്ല രുചിക്ക് വേണ്ടിയിട്ടാണ്. ഇത് ചെറുതായിട്ടൊന്ന് കുറുകി തുടങ്ങുമ്പോൾ കാച്ചി വെച്ച ഒരു 1/2 ലിറ്റർ പാൽ ഒഴിച്ച് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച ശേഷം ചുക്കുപൊടി, ജീരകം പൊടിച്ചത് ഇവ ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്യണം. കുറുകി വരുമ്പോൾ വാങ്ങി വയ്ക്കണം. നെയ്യ് ഒഴിച്ച് ചൂടായി ചട്ടിയിലേക്ക് കശുവണ്ടി നുറുക്കിയത് നമുക്കിട്ട് കൊടുക്കാവേ. അതിലേക്കും തേങ്ങ വറുത്തതും കോരിയെടുത്ത് മുന്തിരി ഇവ എല്ലാം കൂടെ വറുത്ത് കോരി മാറ്റി വയ്ക്കണം. ഇത് നെയ്യോടുകൂടി തന്നെ ലാസ്റ്റ് മുന്തിരി കോരുമ്പോൾ ഒന്നിച്ചങ്ങൊഴിച്ച് മൂന്നും കൂടി നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം. നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച ശേഷം ചെറു ചൂടോടെ പായസം വാങ്ങി വെച്ച ശേഷം മാത്രമേ ഇതെല്ലാം വറുത്ത് ചേർക്കാവുള്ളൂ. പായസം ചെറിയ രീതിയിൽ ഇളക്കി ചെറിയ ചൂടിൽ ഉപയോഗിക്കാം. എളുപ്പത്തിൽ പെട്ടെന്ന് തയ്യാറാക്കാവുന്നതാണേ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. പായസത്തിന് ഒരു ലേശം മധുരം ബാലൻസിന് ഒരു നുള്ളു ഉപ്പ് കൂടി ലാസ്റ്റ് ചേർക്കാം.